കിളവാ, ഇങ്ങ് വാ. ഈ ഏരിയയിൽ 18 വയസ്സ് തികഞ്ഞവരാരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ ഒപ്പ് ഇതിലുണ്ടാവണം. ഈ ഏരിയ മൊത്തം ധർമ്മയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ മാറി തന്നേക്കാമെന്നും അതിന് ഞങ്ങൾക്ക് യാതൊരുവിധ ഒബ്ജക്ഷൻ ഇല്ലെന്നും ഇതിലെഴുതിയിട്ടുണ്ട്. അണ്ണാ, 2 മാസത്തിനുള്ളിൽ എൻ്റെ മോളുടെ കല്യാണമാ. പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാ അത് കൊള്ളാം. എന്നാ നീ ഒരു പണി, നിന്റെ മോളെ എൻ്റെ കൂടെ പറഞ്ഞേച്ചേക്ക്. എന്തിനാ വെറുതെ കല്യാണമൊക്കെ? ഞാൻ അവളുമായിട്ടൊരു ഫസ്റ്റ് ഷോയും കഴിഞ്ഞ് പറഞ്ഞു വിട്ടേക്കാടാ. എവിടാ നിന്റെ മോള്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? നിനക്കൊക്കെ 2 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ എല്ലാവന്മാരും ഈ പേപ്പറിൽ ഒപ്പിട്ട് തന്നിരിക്കണം. അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ തിരുമേനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ജീവനോടുണ്ട്. എവിടെ വെച്ച് വേണേലും കല്യാണം നടത്താം. എല്ലാവരും ഇവിടെ ഇങ്ങനെ? നീ പോയി ഒപ്പിട്. ഒപ്പിടാനോ? എന്തിന്? മുരുകൻ ഇവിടെ വന്നിരുന്നടാ. എല്ലാരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. എന്തിനാ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഈ മണ്ടി ജനിച്ച് ഇവിടെ വളർന്നിട്ട് എത്ര കഷ്ടപ്പെട്ടാ നമ്മളിതെല്ലാം ഉണ്ടാക്കിയത്. ഉള്ളതെല്ലാം മിച്ചം പിടിച്ചും പട്ടിണി കിടന്ന് മറ്റും നമ്മൾ ഉണ്ടാക്കിയതല്ലേ ഈ കാണുന്നതൊക്കെ. എന്നിട്ടെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞ എവിടെ പോവച്ചാ നമ്മള്? എടാ, എന്താടാ ഇങ്ങനെ? നീ കരയുന്നത് ഇവിടെ നിങ്ങൾ തളർന്നാൽ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾ കരയേണ്ടി വരും. അതിനിട വരുത്തരുത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ മണ്ണെന്ന് നീ മുമ്പേ പറഞ്ഞില്ലേ? എന്നിട്ട് ഇത് നഷ്ടപ്പെടുത്തണം നിനക്ക്? ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ചെന്ന് ചോദിക്കും. അവരെന്നെ കൊല്ലൂടാ. നിങ്ങൾ ഇനിയും അവൻ ജീവനോട് വെച്ചേക്കെന്ന് തോന്നുന്നുണ്ടോ? അവൻ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള പേടി കൊണ്ട് ഓരോ നിമിഷവും നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ഡേ ചരൺ, ഇത് നിനക്ക് അറിയാത്തതുകൊണ്ടാ. നമ്മുടെ കോളേജിൽ ഇതുപോലെ സിമ്പിൾ പ്രശ്നമല്ലത്. ധർമ്മയോട് അവൻ ധർമ്മയെന്ന് വെച്ചാൽ ആരാടാ? അവനെന്താ മനുഷ്യനല്ലേ? ഒരെണ്ണം കൊടുത്താൽ അവന് വേദനയ്ക്കില്ലേ? കുത്തിയാൽ അവന്റെ ദേഹത്തുനിന്ന് ബ്ലഡ് വരില്ലേ? മോനെ, നിന്റെ ലോകം വേറെ, ഞങ്ങളുടെയൊക്കെ ലോകം വേറെ. അവനെ എതിർക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ലാഞ്ഞിട്ടാ. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ എവിടെങ്കിലും കിടന്ന് മരിക്കണം. എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നേ? ഇനി സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഇവൻ പറഞ്ഞത് ശരിയാ. ഇത്രയും പേരുണ്ടായിട്ടും എന്താ അവനെ എതിർക്കാൻ ആർക്കും വയ്യേ? ആരോടാ നീ എതിർക്കുന്നേ? ആ നിൽക്കുന്നവരുടെയൊക്കെ അനുഭവം നിനക്ക് അറിയാലോ. എതിർക്കാൻ നടക്കുന്ന ഒരുത്തനെ കണ്ടില്ലേ? ശാരദേ, എവനൊന്ന് വിളിച്ചോണ്ട് പോ. മോനെ, മോൻ ചെല്ല്. വീട്ടിൽ ചെന്ന് AC ഒക്കെ ഇട്ടുണ്ട് സുഖമായിട്ട് ഉറങ്ങ്. ചെല്ല്. ഇന്ന് വരെ ഈ ഗേറ്റ് കിടന്ന് ഒരുത്തനും ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാനിവിടെ വന്നു. നാളെ